അടുത്തതായി നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് 5th സെമിസ്റ്ററിലെ ലെക്ചർ 4 ആണ് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസറ്റ്സ് എന്താണെന്നും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ് എന്താണെന്നും ഡെപ്റ്റ് മാർക്കറ്റ്, ഇക്വിറ്റി മാർക്കറ്റ് എന്താണെന്നും മനസ്സിലാക്കി. നമുക്ക് ഫിനാൻഷ്യൽ അസറ്റ്, ടാഞ്ചിബിൾ എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്താണ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡെപ്റ്റ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക. ഇനി ഇന്ന് നമ്മൾക്ക് കാണാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ടാഞ്ചിബിൾ ആയിട്ട് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സുകളുണ്ട്. അതിൽ ഫിനാൻഷ്യൽ അസറ്റ്സ് മിക്കവാറും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആണ്. അതായത് നമ്മുടെ സെക്യൂരിറ്റീസ് അങ്ങനെ ഒക്കെ പറയുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഈ ഫിനാൻഷ്യൽ അസറ്റ്സിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Therefore, what are the properties of financial assets? We have nearly, or we can classify the properties of financial assets into 10 categories. They are, or financial assets possess 10 properties, mainly 10 properties. They are moneyness, divisibility, reversibility, term to maturity, liquidity, convertibility, currency, return and cash flow and return and predictability, complexity and tax status. ഇതൊക്കെയാണ് some of the important properties of financial assets. Now we'll see in detail what are the properties of financial assets. First property is moneyness. Moneyness simply means the ability to transfer a financial asset into money. അതായത് ഒരു ഫിനാൻഷ്യൽ അസറ്റ്സിനെ മണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ മണിനെസ് എന്ന് പറയുന്നത്. When we transfer the money, we have to take into account certain important features that should be at little cost, that should be at little delay or at a speedier manner, or the risk also should be very low. And these assets are also known as near money assets. Therefore, what is moneyness? Moneyness means the ability to transfer a financial asset into money with little cost of conversion, with little delay and with low risk. Therefore, these financial assets are also known as near money assets. Near money assets means when we convert a money when we convert the financial assets into money, the loss will be very minimum. അതായത് നമ്മളൊരു ഫിനാൻഷ്യൽ അസറ്റിനെ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വെരി മിനിമം ലോസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ നിയർ മണി അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് 100 രൂപയ്ക്ക് നമ്മളൊരു 100 രൂപ നോട്ട് എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 100 രൂപയാണ് അതിൻ്റെ വാല്യൂ. അതേപോലെ നമ്മൾ ഈ ഫിനാൻഷ്യൽ അസറ്റ്സ് വാങ്ങിക്കുമ്പോൾ അത് 10 രൂപയ്ക്ക് വാങ്ങിച്ച് നമുക്ക് ഫ്യൂച്ചറിൽ 10 രൂപ തന്നെ അതിന് കിട്ടണം, അല്ലെങ്കിൽ അതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടണം എന്നുള്ള ആ ഒരു ഫീച്ചറിനെയാണ്, കിട്ടും എന്നുള്ള ആ ഒരു ഫീച്ചറിനെയാണ് നിയർ മണി അസറ്റ്സ് എന്നുള്ള ടേമിൽ പറയുന്നത്. ആ നിയർ മണി ഇതുപോലെയുള്ള അസറ്റ്സിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ട്രഷറി ബിൽ, ട്രഷറി സർട്ടിഫിക്കറ്റ്സ്, ട്രഷറി ട്രേഡ് ബിൽസ്, കമേഴ്സ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്. ഇതിനൊക്കെ മണിനെസ് കൂടുതലാണ്. ദീസ് അസറ്റ്സ് ആർ ഫിനാൻഷ്യൽ അസറ്റ്സ് ആർ നിയർ മണി അസറ്റ്സ്. ഇതെല്ലാം മിക്കവാറും ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫേസ് വാല്യൂ ഹൈ ആയിരിക്കും. അതിൻ്റെ മണിനെസ്, അതിന് കൂടുതൽ മണിനെസ് ഉള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഒന്നുകൂടി ഞാൻ പറയാം. മണിനെസ് മീൻസ് എബിലിറ്റി ടു ട്രാൻസ്ഫർ ഫിനാൻഷ്യൽ അസറ്റ് ഇൻ ടു മണി. അതായത് ഫിനാൻഷ്യൽ അസറ്റിനെ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള, ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ മണിനെസ് എന്ന് പറയുന്നത്. വെൻ വി ട്രാൻസ്ഫർ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാവണം. അതായത് അതിൽ കോസ്റ്റ് ഓഫ് കൺവേർഷൻ ഷുഡ് ബി ലെസ്, cost of delay should be less, and the risk also must be very low. അത് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ്സിന് നിയർ മണി അസറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാത്തിനും ഉണ്ടാവണമെന്നില്ല. മെജോറിറ്റി ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെയും ഫീച്ചേഴ്സ് നിയർ മണി അസറ്റ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആൾക്കാർ അധികം ഫേസ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം വളരെ വലിയ രീതിയിൽ നമ്മൾക്ക് പൈസ ലോസ് വരുന്ന അസറ്റ്സ് ആരും വാങ്ങിക്കില്ല. അതുകൊണ്ട് മിക്കവാറുമുള്ള അസറ്റ്സ് ഒക്കെ നിയർ മണി അസറ്റ്സ് ആയിരിക്കും. അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്.
ട്രഷറി ബിൽസ് ഉണ്ട്, ട്രഷറി സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ട്രേഡ് ബിൽസ് ഉണ്ട്, കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്, ദാറ്റ് ഈസ് മണീനെസ്. മണീനെസ് മീൻസ് nearness near money assets or ability to transfer a financial asset into money with less cost, very low delay and with less risk. The second feature is divisibility. Divisibility means the slice in which financial assets can be liquidated and exchanged more for money. നമ്മൾ പല ഡിവിസിബിലിറ്റി എന്ന് പറയാൻ പല ഡിനോമിനേഷനിൽ കാണും. 10 രൂപയുടെ അസറ്റ്സ് ഉണ്ട്, 100 രൂപയുടെ അസറ്റ്സ് ഉണ്ട്. അങ്ങനെ ഡിവിസിബിൾ ആയിട്ട് ഡിവിസിബിലിറ്റി എന്നുള്ള ഒരു ഫീച്ചറാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള സാധനത്തിന് എത്ര രൂപയ്ക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡിവിസിബിൾ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത്. The second feature in it is divisibility, and it can be defined as the minimum size in which a financial assets can be liquidated and exchanged for money. നമ്മൾക്കറിയാം, the financial assets are usually made out in denominations depending on the face value that the corporate organizations and institutions that are using them to raise funds from financial market. അതായത് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത് പല രൂപയുടെ ഉണ്ടാവും. അതിന്റെ ഫേസ് വാല്യൂ 10 രൂപയുടെ ഉണ്ട്, 5 രൂപയുടെ ഉണ്ട്, 15 രൂപയുടെ ഉണ്ടാവും, 1000 ഉണ്ട്. എത്ര രൂപയുടെ അവർക്ക് എത്രയാണ് ഫണ്ട് അവർക്ക് ആവശ്യം എന്നുള്ളതിനനുസരിച്ച് അവർ മാർക്കറ്റിൽ അതിനെ പല യൂണിറ്റ് ഡിനോമിനേഷൻസിലായിരിക്കും പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത്. ഫീച്ചർ ഈസ് റിവേഴ്സിബിലിറ്റി. റിവേഴ്സിബിലിറ്റി അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത്. ആദ്യത്തേത് മണിനെസ് ആണ്, അതായത് നിയർ മണി അസറ്റ്സ് ആയിരിക്കണം. സെക്കൻഡ് വൺ, ഇതിന് പല ഡിനോമിനേഷൻസിൽ നമുക്ക് ഡിവിസിബിൾ ആയിരിക്കണം, അല്ലാതെ ഒരൊറ്റ ടേമിലായിരിക്കില്ല. അതായത് കമ്പനിയുടെ ആവശ്യത്തിനനുസരിച്ച് പല ഡിനോമിനേഷൻസിലായിരിക്കണം ഉണ്ടാക്കുന്നത്. തേർഡ് വൺ ആയിരിക്കും അവർ ഉണ്ടാക്കുന്നത്. തേർഡ് വൺ റിവേഴ്സിബിലിറ്റി അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. റൗണ്ട് ട്രിപ്പ് കോസ്റ്റ് അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി മീൻസ് it refers to the cost of investing in a financial asset and then getting out of it and back into the cash again. അതായത് നമ്മളൊരു ഫിനാൻഷ്യൽ അസറ്റ് ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾക്കതിനെ തിരിച്ചു കിട്ടണം. അതൊക്കെ നമ്മൾ കൊടുത്ത ആ ക്യാഷായിട്ട് അതിനെ തിരിച്ചു കിട്ടണം. ആ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ എന്താ പറയുക റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പൈസ കൊടുത്തൊരു സാധനം വാങ്ങിക്കുന്നു, ഒരു ഫിനാൻഷ്യൽ അസറ്റ് വാങ്ങിക്കുന്നു, നമ്മളത് തിരിച്ചു കൊടുക്കും, നമ്മൾക്ക് ക്യാഷ് റിട്ടേൺ കിട്ടുന്നു. അതിനെയാണ് ഈ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ക്യാഷിനെ റിവേഴ്സ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തന്നെ വരുന്ന ആ ഫീച്ചറിനെയാണ് നമ്മൾ റൗണ്ട് ട്രിപ്പ് കോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്നുള്ള ഫീച്ചറായിട്ട് പറയാം. Therefore, reversibility means refers to the cost of investing in a financial asset, then getting out of it and back into the cash again. അത് തിരിച്ച് നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ കിട്ടുന്നത്. Hence, reversibility of financial asset is often regarded as turn around cost or round trip cost. അതുകൊണ്ട് reversibility of financial asset is often regarded as, നമ്മൾ റിവേഴ്സിബിലിറ്റിനെ ഓഫൺ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് ടേൺ അറൗണ്ട് കോസ്റ്റ് അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് കോസ്റ്റ് എന്നാണ്. ദി മോസ്റ്റ് റെലവെന്റ് പാർട്ട് ഓഫ് റൗണ്ട് ട്രിപ്പ് കോസ്റ്റ് as associated with financial asset constitute what is known as bid-ask spread. Bid-ask spread എന്ന് പറഞ്ഞാൽ in which commission's cost of delivery an asset is entrenched. Some financial assets carry less risk than others. For instance, ഇതാണ് റിവേഴ്സിബിലിറ്റി എന്നുള്ള ഫീച്ചർ. ദാറ്റ് ഈസ് റിവേഴ്സിബിലിറ്റി മീൻസ് the cost of investing in a financial assets and then getting back the cash again. And next feature is terms to maturity. Terms to maturity means terms to maturity എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും അല്ലേ? നമ്മൾ ഏത് ഫിനാൻഷ്യൽ അസറ്റ്സ് വാങ്ങിച്ചാലും ഇത്ര വർഷം കഴിഞ്ഞാൽ നമ്മൾക്ക് തിരിച്ചു കൊടുക്കാം. അതിനെയാണ് ടേംസ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. It is the length of interval until the date at which instrument is scheduled to make its final payment. The length of interval
എന്തിനു വേണ്ടിയിട്ട്? until the date at which the instrument is scheduled to make its final പേയ്മെന്റ്. ആ ഇൻസ്ട്രുമെന്റ് ഫൈനൽ പേയ്മെന്റിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആ ഡേറ്റ് അല്ലെങ്കിൽ ആ ലെങ്ത് ഓഫ് ഇന്റർവെൽ ഇനെയാണ് നമ്മൾ എന്ത് പറയുക? ടേംസ് ഓഫ് മെച്യൂരിറ്റി ഓർ ദ ടൈം അൻറ്റിൽ ദ ഓണർ ഈസ് എൻടൈറ്റിൽഡ് ടു ഡിമാൻഡ് ലിക്വിഡേഷൻ. അതായത് ഈ ഓണർ എപ്പോഴാണോ എനിക്ക് അയാളുടെ പൈസ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യേണ്ട ഒരു പീരീഡ് ഉണ്ട്. ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ടേംസ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. Once again, terms to maturity is the length of interval until the date at which the instrument is scheduled to make its final payment or the time until the owner is entitled to demand liquidation. In financial market, maturity period refers to the length of time within which the corporate entity or institution that employ a financial instrument to raise fund will use the fund before its payment back to the holder of such instrument. Maturity period എന്ന് പറയുന്നത്, maturity period refers to the length of time within which the corporate entity or institution that employ a financial instrument to raise fund will use the fund before it makes back to the holder of such ഇൻസ്ട്രുമെന്റ്. അതായത് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോർപ്പറേറ്റ് എൻറ്റിറ്റി അവരുടെ പൈസ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പേ അവർ ആ ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡ് ഉണ്ട്. ആ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയാ? മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. For instance, a bond can be held by a corporate entity for a period of 30 years. അതായത് ഒരു ചില ബോണ്ടുകൾ കോർപ്പറേറ്റ് എൻറ്റിറ്റിക്ക് 30 വർഷം വരെ വെക്കാൻ പറ്റും. ചില ഗവൺമെന്റ് ബോണ്ടുകൾ 99 ഇയേഴ്സ് വരെ വെക്കാൻ പറ്റും. ആ പീരീഡ് വരെ അവർക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആ പീരീഡിൻ്റെ ഉള്ളിൽ അവർക്ക് അതിന് പൈസ യൂസ് ചെയ്യാം. ആ പീരീഡ് ആകുമ്പോഴാണ് നമ്മൾക്ക് അത് തിരിച്ചു കൊടുക്കേണ്ട ഇതുവരെ. അതിനെയാണ് നമ്മൾ ടേംസ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ terms to maturity is the length of interval until the date at which instrument is scheduled to make its final payment. ഇപ്പോൾ നമ്മൾ 4 ഫീച്ചേഴ്സ് പഠിച്ചു. ഫസ്റ്റ് ഫീച്ചർ ഈസ് മണിനെസ്. മണിനെസ് എന്ന് പറഞ്ഞാൽ അതായത് ഈസി ആയിട്ട് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. സെക്കൻഡ് വൺ ഡിവിസിബിലിറ്റി, അത് പല ഡിനോമിനേഷനിൽ ഉണ്ടാവണം. തേർഡ് വൺ റിവേഴ്സിബിലിറ്റി, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു റിവേഴ്സ് ബാക്ക് ഇൻ ടു ക്യാഷ്. Third one, terms to maturity, there should be a scheduled to make final payments. ഇത്രയാണ് four important features of financial assets. Moneyness means ability to transfer a financial asset. Divisibility means minimum size in which financial assets can be liquidated and exchanged for money. Reversibility means cost of investing the financial assets and getting out of it and making it into cash again. Terms to maturity means the length of time interval until the date at which instrument is scheduled to make its final payment. ഇത്രയാണ് 4 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഈസ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ടേമാണ്. ലിക്വിഡിറ്റി മീൻസ് ഹൗ മച്ച് ദി സെല്ലർ സ്റ്റാൻഡ്സ് ടു ലോസ് if he wishes to sell immediately rather than allowing some time to pass. അതായത് how much the seller stands to lose if he wishes to sell immediately. അതായത് പെട്ടെന്ന് അയാൾ വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര നഷ്ടം വരും, അതിനെയാണ് നമ്മൾക്ക് ലിക്വിഡിറ്റി എന്ന് പറയാം. വലിയ നഷ്ടം വരില്ല എങ്കിൽ ഹൈലി ലിക്വിഡ് ആണെന്ന് പറയാം. നഷ്ടം വരുന്നതിന് ലിക്വിഡിറ്റി ഇല്ലാത്തത് എന്നാണ് പറയാം. Therefore, liquidity is the another important feature of a financial asset. Liquidity implies how much the seller stands to lose if he wishes to sell immediately rather than allowing some time to pass. Some financial assets are highly liquid and termed as near money asset that retain the property of moneyness. അതായത് നമ്മളുടെ മണിനെസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഫീച്ചർ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ ആ മണിനെസ് റിട്ടൈൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ലിക്വിഡിറ്റി ആണ്. ഗുഡ് എക്സാമ്പിൾസ് ഓഫ് ഹൈലി ലിക്വിഡ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആർ
treasury bill, treasury certificate, certificates of deposit, bill of exchange, shares of blue chip companies. ഇതൊക്കെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചാൽ 100 രൂപ തന്നെ തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു കണ്ടീഷൻ ഉള്ളതാണ്. ചിലതിനുണ്ടാവില്ല. മിക്കവാറും സാധനങ്ങൾക്ക് ഇക്വിറ്റി മാർക്കറ്റിലെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സിന് ലിക്വിഡിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് അനദർ ഫീച്ചർ എന്ന് പറയുന്നത്. Therefore, ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ദി എബിലിറ്റി ടു കൺവേർട്ട് ഇൻ ടു ക്യാഷ് വിതൗട്ട് മച്ച് ലോസ്. അതായത് നമ്മൾക്ക് ക്യാഷിലേക്ക് നമ്മൾക്ക് വലിയ നഷ്ടമില്ലാതെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുക. Next important feature is convertibility. Convertibility എന്ന് പറഞ്ഞാൽ എന്താ? കൺവേർട്ട് ചെയ്യാൻ പറ്റുക അല്ലെ? Convertibility means or it refers to the notion that some financial assets can be converted into other assets. അതായത് ചില ഫിനാൻഷ്യൽ അസറ്റ്സിനെ അനദർ ഫിനാൻഷ്യൽ അസറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ദറ്റ് ഈസ് കൺവേർട്ടബിലിറ്റി മീൻസ് കൺവേർഷൻസ് ഇൻ ടു അതർ ഫിനാൻഷ്യൽ അസറ്റ്സ്. അതായത് ചില ഫിനാൻഷ്യൽ അസറ്റ്സ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ വേറെ തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കൺവേർട്ടബിൾ ബോൺഡ്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ കൺവേർട്ടബിൾ ബോൺഡ്സിനെ നമ്മൾക്ക് പല രീതിയിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സുകളിലേക്ക് പല ബോർഡുകളിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. This characteristics implies that a financial assets or instruments can be converted into another class of assets which will still be held by the corporate entity and has originally used to raise fund for its operation. The conversion can take a form of preference shares being converted into equity shares, a company bond being converted into equity shares of the company. അതായത് നമ്മുടെ കൺവേർഷൻ ക്യാൻ ടേക്ക് ഫ്രം പ്രിഫറൻസ് ഷെയറിൽ നിന്ന് ഇക്വിറ്റി ഷെയറിലേക്ക് മാറ്റാം. അതുപോലെ കമ്പനീസ് ബോണ്ടിനെ നമ്മൾ ഇക്വിറ്റി ഷെയറിലേക്ക് മാറ്റാം. അങ്ങനെ ചില ഫിനാൻഷ്യൽ അസറ്റ്സിനെ നമ്മൾക്ക് വേറെ തരത്തിലുള്ള ഫിനാൻഷ്യൽ അസറ്റ്സിലേക്ക് മാറ്റാനുള്ള അല്ലെങ്കിൽ മാറ്റാനും പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ദാറ്റ് ഈസ് കൺവേർട്ടബിലിറ്റി. Convertibility means the ability to convert one financial assets into other assets. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ is the convertible bond. Convertible bond എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് വേറെ തരത്തിലേക്ക് മാറ്റാൻ പറ്റുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. അതായത് പ്രിഫറൻസ് ഷെയർസിനെ വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർസിലേക്ക് മാറ്റാം. കമ്പനിയുടെ ബോൺഡ്സ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ദി കമ്പനി. ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. Therefore, convertibility refers to the ability to convert a financial assets into some other financial assets. ഇതാണ് സിക്സ്ത് ഫീച്ചർ ഓഫ് financial assets അല്ലെങ്കിൽ properties of financial assets. Then seventh property is currency. Currency, this refers to the foreign exchange value or foreign exchange currency denomination of financial assets. Foreign exchange value അല്ലെങ്കിൽ foreign exchange currency denomination of financial assets. ഇത് ഇത്രയുള്ള വെരി സിമ്പിൾ ആണ്. എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും ഒരു കറൻസി ടേംസിലായിരിക്കും അതിനെ ഡിനോട്ട് ചെയ്യുക. ചിലത് ഒരു കറൻസിയിലായിരിക്കും, ചിലതിന് പല കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ടാകും. ചിലതിന് പ്രിൻസിപ്പൽ എമൗണ്ട് ഒരു കറൻസിയിലും ഇൻട്രസ്റ്റ് വേറൊരു കറൻസിയിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അങ്ങനെ ഓരോ കൺട്രിയിലെയും ഫിനാൻഷ്യൽ അസറ്റ്സ് അതാത് കൺട്രിയുടെ കറൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫീച്ചേഴ്സിനനുസരിച്ച് ചിലപ്പം ചില കൺട്രിയിൽ തന്നെ ഒന്നിലധികം കൺട്രിയുടെ കറൻസികളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇതിനെയാണ് കറൻസി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ കറൻസി ഇൻ വിച്ച് ദി അസറ്റ്സ് ക്യാഷ് ഫ്ലോ ഈസ് ഡിനോമിനേറ്റഡ്. ദർ ആർ സം അസറ്റ്സ് denominated in one currency that allow to earn cash flow in different currency. അതിനെയാണ് നമ്മൾ ഡ്യുവൽ കറൻസി എന്ന് പറയുന്നത്. ക്രിയേറ്റഡ് ടു റെഡ്യൂസ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. ഇങ്ങനെയുള്ള ഈ ഡ്യുവൽ കറൻസി സെക്യൂരിറ്റീസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. അതായത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് വലിയ ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡ്യുവൽ കറൻസി സെക്യൂരിറ്റീസ് അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഫിനാൻഷ്യൽ അസറ്റ്സിൽ കൊണ്ടുവരുന്നത്.
Here, the points to remember is that the financial assets are usually denominated in terms of a currency or a combination of more than one currency. The next feature is cash flow and return predictability. Cash flow and return predictability എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് പറയാൻ പറ്റുക. Cash flow and return predictability means this is the cash yield of a financial asset per unit of time. This is the cash yield of a financial asset per unit of time and consists of all cash distributions that the financial assets will pay to its owners. അത് മാത്രമല്ല, ഫസ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ആൻഡ് റിട്ടേൺ പ്രഡിക്റ്റബിലിറ്റി ആണ്. ദിസ് ഈസ് ദ ക്യാഷ് yield ഓഫ് എ ഫിനാൻഷ്യൽ അസറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. Not only that, it consists of all cash distributions that a financial asset will pay to its owners. അതിൽ നമ്മൾക്ക് ക്യാഷ് yield എ ഫിനാൻഷ്യൽ അസറ്റ്സ് പെർ യൂണിറ്റ് ഓഫ് ടൈം, നമ്മൾക്ക് ഓരോ ടൈമിൽ നമുക്ക് എത്ര ഈൽഡ് കിട്ടും എന്നുള്ളത് പറയണം. അത് മാത്രമല്ല, വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടും, ഡിവിഡൻസ് കിട്ടും, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഓൾ ക്യാഷ് ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ദ ഫിനാൻഷ്യൽ അസറ്റ് വിൽ പേ ടു ഇറ്റ്സ് ഓണേഴ്സ്. അതായത് നമുക്ക് കിട്ടുന്ന ഈൽഡ് വേണം, വേറെ എന്തെങ്കിലും അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കും എന്നുള്ളതാണ് ക്യാഷ് ഫ്ലോ ആൻഡ് റിട്ടേൺ പ്രഡിക്റ്റബിലിറ്റി എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. Therefore, the next important feature is that cash flow and return predictability. The return on financial assets must be predictable for the purpose of their being patronized by investors. റിട്ടേൺ ഓൺ ഫിനാൻഷ്യൽ അസറ്റ്സ്, നമ്മളേക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത് ഏകദേശം കറക്റ്റായിട്ട് പറയണം എന്നുള്ളതാണ് നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. The bonds or equity certificates issued by the government are regarded as gilt-edged securities because their returns as well as principal amount of investment in these securities are safe and guaranteed, and there is no chance of default of payments. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് ആർ ദി സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദി ഓർ ദി ബോൺസ് ഓർ ഇക്വിറ്റി ഓർ ദി സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെന്റ്. അതിൽ കറക്റ്റായിട്ടും ആ റിട്ടേൺ പ്രഡിക്റ്റബിലിറ്റി എന്നുള്ളത് കറക്റ്റായിട്ടും പാലിക്കുന്ന ഒരു ടൈപ്പിലുള്ള സെക്യൂരിറ്റിയാണ് ഈ ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ആ ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് നമ്മൾക്ക് റിട്ടേൺ, പ്രിൻസിപ്പൽ എമൗണ്ട്, ഇത് പ്രിൻസിപ്പൽ റിട്ടേണും അതുപോലെ പ്രിൻസിപ്പൽ എമൗണ്ടും വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദർ ഷുഡ് ബി നോ ചാൻസ് ഓഫ് ഡിഫോൾട്ട് പേയ്മെന്റ്സ്. ഇങ്ങനെ ഇതാണ് നമ്മളുടെ ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ അതുപോലെ റിട്ടേൺ പ്രഡിക്റ്റബിലിറ്റി, എത്ര നമ്മൾക്ക് കിട്ടും, അതുപോലെ എത്ര കോമ്പൻസേഷൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേയ്മെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ അത് എത്ര എന്നുള്ളത് കറക്റ്റായിട്ട് പറയണം എന്നുള്ളതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ഇതിൽ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാനുള്ളത്, ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്. അത് 100% ഈ ക്യാഷ് ഫ്ലോവും റിട്ടേൺ പ്രഡിക്റ്റബിലിറ്റിയും ഉള്ള അസറ്റ്സ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ദെർഫോർ നമ്മളിപ്പോൾ ഏകദേശം 8 ഫീച്ചേഴ്സ് പഠിച്ചു. ഫസ്റ്റ് വൺ, മണിനെസ്, the ability or near money feature. Second feature is the divisibility. It should be possible to divide into smaller denominations. Then reversibility, reverse back into cash. Terms to maturity, and the maturity period must be clear. Then liquidity, the less loss to the investors. Then convertibility means the feature is convert into or transfer into other financial assets. Then currency means it should be in terms of one nation's currency or in combinations of other nations' currency. Then cash flow and return predictability, the cash yield as well as all other cash distributions must be clearly given. Then next feature is complexity. Complexity means
കോമ്പിനേഷൻ ഓഫ് 2 or more സിമ്പിൾ അസറ്റ്സ്. അതായത് ഇത്രയേ ഉള്ളൂ. കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു കോംപ്ലക്സിറ്റി ആണ് നമുക്ക് മനസ്സിലാവും. ചില ബോണ്ടുകളുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പിലായിരിക്കും അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ബോണ്ടുകളും ഉണ്ട് എന്നുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ചില കാൽക്കുലേഷൻസും ചില ഫിനാൻഷ്യൽ അസറ്റ്സിന്റെ മുകളിൽ ഉണ്ടാവാം എന്നുള്ളതാണ് അതിന്റെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അതായത് ഈ കാലബിൾ ബോണ്ട്സ്, ആ കാലബിൾ ബോണ്ട്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ബോണ്ടിന്റെ പ്രൈസ് പ്ലസ് വാല്യൂ ഓഫ് ദി ഓപ്ഷൻ, വാല്യൂ ഓഫ് ദി ഓപ്ഷൻസും ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള അങ്ങനെ പല രീതിയിൽ അതിൻ്റെ പ്രൈസിങ് മെക്കാനിസംസ് ഡിഫറെൻ്റ് ആയിട്ട് വരാം എന്നുള്ളതാണ് ഈ കോംപ്ലക്സിറ്റി എന്നുള്ളതിൻ്റെ മീനിങ്. ഇപ്പോൾ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അതിനെ വാല്യൂ ചെയ്യുന്ന ഫീച്ചേഴ്സാണ്. ആ വാല്യൂ ചെയ്യുന്ന ഫീച്ചേഴ്സിൽ ചിലപ്പോൾ ഒന്നിലധികം ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒന്നിലധികം രീതിയിലായിരിക്കും അതിനെ കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അനദർ ഫീച്ചർ. ദെൻ the next important feature is the tax status. Tax status means, or it refers to the taxability of interest income generated from a financial assets. Taxability of interest income generated from a financial assets means ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഫിനാൻഷ്യൽ അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമ്മൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ അതിന് ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. Therefore, tax status refers to the taxability of interest income generated from a financial asset. അവിടെ ഓർത്ത് വയ്ക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിനാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. ആ ഇൻട്രസ്റ്റ് നമ്മളുടെ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ we have to pay tax for that. ഇത്രയാണ് some of the important features of or the properties of financial assets എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം. ഫസ്റ്റ് വൺ, moneyness, near money assets, divisibility, possible to divide into smaller denominations or into different denomination. Reversibility means ability to turn back into cash again. Terms to maturity and maturity means the final schedule of final payment must be given. Liquidity means less loss when we convert the financial assets. Convertibility means ability to convert into other financial assets. Currency means it should be termed in terms of a currency, one national currency or a combination of other currency. Next important feature is cash flow and return predictability. It should be the cash flow and the return. All other payments must be given in advance. Complexity, some of the financial assets have or their prices are determined as a combination of 2 or more simple assets. Then tax status, that means the interest income generated from the financial assets must be taxed. ഇത്രയാണ് നമ്മളുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് എന്നുള്ള ഇപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. 10 പോയിന്റ്സ് നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കണം. ഒരു ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് എഴുതാൻ പറ്റണം. ഈ 10 പോയിന്റേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് ആണ്. ഈ സിമ്പിളായിട്ടുള്ള ഈ 10 പോയിന്റ്സ് എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ബൈ.